ലൈവിൽ ഇപ്പോ അനീഷും ആദില നൂറയും കൂടി സംസാരിക്കുകയായിരുന്നു കേട്ടോ. ആ സമയത്ത് ആദില പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്മയെ വിജയിക്കുകയുള്ളൂ, നന്മ മാത്രമേ വിജയിക്കത്തുള്ളൂ. ഇവിടുന്ന് ഇറങ്ങിയാലും ഹെൽത്ത് അല്ലേ ചേട്ടാ വേണ്ടത്, ഹെൽത്ത് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണേലും ഉണ്ടാക്കാം എന്ന് ആദില പറയുന്നുണ്ട്. അനീഷ് പറയുന്നുണ്ട് ഈ ഹോസ്പിറ്റൽ കേസ് എന്ന് പറയുന്ന സംഭവം ശത്രുക്കൾക്ക് പോലും വരരുതെന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആ രീതിയിൽ ഇവർ തമ്മിൽ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പൊ എനിക്കും തോന്നുന്നുണ്ട് ഇവർ പറയുന്ന കറക്റ്റ് കാര്യങ്ങളാണ്. എന്താണെന്നറിയോ, രാവിലെ ഫുഡ് പോലും കഴിക്കാതെ, ഫുഡ് കഴിച്ചാലേ മരുന്ന് കഴിക്കാൻ പറ്റത്തുള്ളൂ, ഫുഡും മരുന്നും കഴിക്കാതെയാണ് ഷാനവാസ് ഇവരുടെയൊക്കെ അടുത്ത് അത്രയും ബഹളം വെച്ചത്. ഈ ക്യാപ്റ്റൻസ് എന്ന് പറയുന്ന ഈ 3 ലവന്മാരുടെ അടുത്ത് അത്രയും ബഹളം വെച്ചത് മരുന്നും ഫുഡും ഒന്നും കഴിക്കാതെയാണ്. ശരിക്കും ഈ ഒരു ഇഷ്യൂവിന്റെ എല്ലാം തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസ് അടങ്ങുന്ന വെസൽ ടീം ഡ്യൂട്ടി നന്നായിട്ട് ചെയ്തിട്ടില്ല എന്ന് ക്യാപ്റ്റൻസ് പറയുന്നിടത്ത് നിന്ന് തുടങ്ങിയതാണ്. അത് ചെയ്യാൻ പറ്റില്ല എന്ന് അനുമോളും ഷാനവാസും ഒക്കെ തർപ്പിച്ച് പറയുന്നു, ഇവര് ഫൈറ്റ് ചെയ്യുന്നു. അപ്പൊ ആദിലയും നൂറയും പറയുന്നു ഞങ്ങൾ പോയി ഉണ്ടാക്കാൻ വേണമെങ്കിൽ. നൂറ കിച്ചണിലേക്ക് പോകുന്നുണ്ട് ഫുഡ് ഉണ്ടാക്കാനായിട്ട്. അപ്പൊ നൂറ കിച്ചണിലേക്ക് കയറിയത് ഈ നെവിനും ആര്യനും എന്ത് ചെയ്യുന്നു, സാധനങ്ങളെല്ലാം എടുത്ത് അവിടുന്ന് മാറ്റി വെക്കുന്നു. ഈ തൈര്, പാൽ, എന്തൊക്കെയോ സാധനങ്ങൾ നെവിൻ കയ്യിലെടുത്ത് പിടിച്ച് പോവാനിരിക്കുകയായിരുന്നു. അതെവിടെയെങ്കിലും കൊണ്ട് വെക്കാൻ വേണ്ടിയുള്ള നെവിന്റെ സ്ഥിരം ഉഡായിപ്പ് പരിപാടി ഉണ്ടല്ലോ, അത് കാണിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഷാനവാസ് പോയി പിടിച്ചത്. നൂറയ്ക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി, നൂറ ഫുഡ് ഉണ്ടാക്കട്ടെ എന്ന് ഓർത്ത് ഷാനവാസ് പോയി പിടിച്ചു വലിച്ചതാണ്. അപ്പോഴാണ് നെവിൻ ആ ഒരു ചെറ്റത്തരം അവിടെ കാണിച്ചത്. ഷാനവാസിന്റെ മുഖത്ത് പാലൊഴിച്ചത്, കയ്യാങ്കളി നിർത്തുമെന്ന് പറഞ്ഞതിന് ശേഷം പാലൊഴിച്ചതും പിന്നെ അതൊരു കയ്യാങ്കളിയിലേക്ക് അവസാനിച്ച് ഷാനവാസിനെ കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുപോയതും അവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതും. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു സീക്വൻസ് എന്ന് പറയുന്നത്. ഇത് നൂറ ഫുഡ് ഉണ്ടാക്കുവാണെങ്കിൽ ഫുഡ് ഉണ്ടാക്കട്ടെ എന്ന് വെക്കണം. അതാണ് ആദ്യം ഒരു ക്യാപ്റ്റൻ ചെയ്യേണ്ട ഒരു കാര്യം. ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവരെയും കൺസിഡർ ചെയ്യാനുള്ള ഒരു മിനിമം ഒരു മര്യാദ കാണിക്കണം. പിന്നെ ഇതിനകത്ത് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനങ്ങൾ എടുത്തു കൊണ്ടുപോയി പരമ എച്ചിത്തരം കാണിച്ചത്. അവിടെ എച്ചിത്തരം കാണിച്ചത് അത് നെവിന്റെ ക്യാരക്ടർ, നെവിൻ എന്താണ് ഏതാണെന്ന് അവിടെ തെളിയുകയാണ് ചെയ്തത് കേട്ടോ. ശരിക്കും നെവിൻ മാത്രമല്ല ആര്യനും അതെ. ഇവർ രണ്ടുപേരും എന്താണ് ഏതാണെന്നുള്ളത് പ്രേക്ഷക സമൂഹം മൊത്തം അവിടെ കണ്ടു. ഇങ്ങനെയുള്ള എച്ചിത്തരം കാണിച്ച് അവിടെ 100 ദിവസവും നിൽക്കാം എന്നായിരുന്നു അവരുടെ വിചാരം എന്നുണ്ടെങ്കിൽ നടക്കില്ല മക്കളെ, നിങ്ങൾ ഔട്ടാവും എന്ന് എനിക്ക് പറയാനുള്ളൂ. പിടിച്ച് പുറത്താക്കേണ്ട ലെവല് എച്ചിത്തരമാണ്, ചെറ്റത്തരമാണ് അവിടെ കാണിച്ചത്. പറയാതിരിക്കാനായിട്ട് പറ്റത്തില്ല. ഒരാളുടെ ഹെൽത്ത് വെച്ചിട്ടാണ് കളിച്ചത്, ജീവിതം വെച്ചിട്ടാണ് കളിച്ചത്. അത് ഷാനവാസ് അവിടെ കിതയ്ക്കുന്നുണ്ടായിരുന്നു, നല്ല രീതിയിൽ തന്നെ കിതയ്ക്കുന്നുണ്ടായിരുന്നു. ഇതില് നെവിന്റെ ഒന്നും ഭാഗത്ത് ഒരു ന്യായവും ഇല്ല. നെവിനെയൊക്കെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടോ എന്നാണ് എനിക്ക് അറിയാൻ മേലാത്തത്. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളുടെ തെറ്റിദ്ധാരണകളാണ്. നെവിൻ എന്തോ ഭയങ്കര കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഒരാളെ പുറത്താക്കി, ഏത് വിധേനയും പുറത്താക്കാം, നെവിൻ പുറത്താക്കി എന്നുള്ളത് വെറും തെറ്റിദ്ധാരണയാണ്. ഇങ്ങനെയൊന്നും അല്ല ഒരു മത്സരാർത്ഥിയെ പുറത്താക്കേണ്ടത്. ഷാനവാസിന് പരാതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നെവിനെ ബിഗ് ബോസ് പുറത്താക്കും എന്നാണ് തോന്നുന്നത്. പുറത്താക്കേണ്ടത് തന്നെയാണ്. കണ്ടറിയാം അതൊക്കെ എന്താവും എന്നുള്ളത്. കൂടുതൽ പിന്നെ പറയാനുള്ള ഒരു കാര്യം, അനീഷ്, ആദില, നൂറ ഇവര് 3 പേരും ഇന്നലെ ഭക്ഷണം കഴിച്ചിരുന്നില്ല. ഇന്ന് രാവിലെ ഇപ്പോ നൂറ എന്തോ ഉണ്ടാക്കിയ ഫുഡാണ് ഇവര് കഴിക്കുന്നത്. ആദില അത് കൊണ്ടുപോയി അനീഷിന് കൊടുക്കുന്നതായിട്ട് കണ്ടിരുന്നു. ഇവരുടെ സംസാരത്തിനിടയ്ക്കാണ് കൊടുക്കുന്നത്. പിന്നെ ആദിലയും നൂറയും മനുമോളും ഭയങ്കര അഫക്റ്റഡ് ആണ് കേട്ടോ. അനീഷും അതെ. ഇവർ 4 പേരും വളരെയധികം അഫക്റ്റഡ് ആണ്. അത്രയധികം ടെൻഷനിലാണ്, ആദിയിലാണ്. അനീഷ് പറയുന്നുണ്ട് എനിക്ക് വളരെയേറെ ആദിയുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും